ബീഹാറിൽ ഒന്നാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി സ്ഥാനാർത്ഥി BJPയിൽ ചേർന്നു. മുൻഗർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഞ്ജയ് സിംഗാണ് BJPയിൽ ചേർന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് ഉല്ലാസയാത്രയ്ക്കായി വിദേശത്ത് പോകുകയും തോറ്റുകഴിയുമ്പോൾ നിലവിളിക്കുകയും ചെയ്യുന്നു. ഇതാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ശൈലിയെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. SIRനെ ചോദ്യം ചെയ്യുന്നതിന് സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും വെവ്വേറെയായി സാധിക്കുമോ എന്നതിൽ നിയമോപദേശം തേടുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി ഹൈക്കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും എല്ലാവിധ അതിരുകടന്ന സ്വാതന്ത്ര്യവും ബോർഡ് നൽകിയെന്ന് ഹൈക്കോടതി കണ്ടെത്തി. മിനിറ്റ്സ്, മഹസർ, മറ്റു രേഖകൾ ഇതെല്ലാം വിശദമായി കോടതി പരിശോധിച്ചു. 3 കോർപ്പറേഷനുകളിൽ മേയർമാർ സ്ത്രീകളായിരിക്കണമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനത്തിൽ പറയുന്നു. കൊച്ചി, തൃശൂർ, കണ്ണൂർ നഗരസഭകളിലാണ് ഈ വിജ്ഞാപനമനുസരിച്ച് വനിതാ മേയർമാർ ഉറപ്പായും ഉണ്ടാകുക. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. നടൻ വിജയിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തമിഴ് വെട്രികഴകം പ്രഖ്യാപിച്ചു. TVKയും DMKയും തമ്മിലാവും മത്സരമെന്ന് വിജയ് മഹാബലിപുരത്തെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. MK സ്റ്റാലിനെതിരെ രൂക്ഷമായ ആരോപണ ശരങ്ങളാണ് നടൻ വിജയ് എയ്തത്. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതിയെ ഭീഷണിപ്പെടുത്തിയ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. വിനായകൻ, വിജയകുമാർ, അനീഷ് കുമാർ എന്നിവരുടെ ഡ്രൈവിംഗ് ലൈസൻസുകളാണ് സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ പിഴവെന്ന് പരാതി. വിരലിൽ ഈർക്കിൽ കുത്തിക്കയറി ഓപ്പറേഷനായി എത്തിയ ഷാജഹാന്റെ വിരൽ മാറി സർജറി ചെയ്തുവെന്നാണ് പരാതി. കൊടും കുറ്റവാളിയായ ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം തമിഴ്നാട് പോലീസ് ശക്തമാക്കി. പോലീസ് കസ്റ്റഡിയിലിരിക്കെ തൃശൂരിൽ വെച്ചാണ് ബാലമുരുകൻ ചാടിപ്പോയത്. കൊലക്കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. തെങ്കാശി കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമായി തുടരുന്നു. മന്ത്രി സജി ചെറിയാനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് റാപ്പർ വേടൻ പറഞ്ഞു. മന്ത്രിക്കോ സർക്കാരിനോ എതിരെ തനിക്കൊന്നും പറയാനില്ലെന്നും വേടൻ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ BCCI ഇന്നലെ പ്രഖ്യാപിച്ചു. പരിക്ക് കാരണം പുറത്തായിരുന്ന വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ ടീമിൽ വീണ്ടും ഉൾപ്പെടുത്തി. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.